السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്റെ അടുക്കൽ ഒരാൾ വന്നു. വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഉള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് ശത്രുതയും അതുപോലെ തന്നെ ബിസിനസ്സിലെ തകർച്ചയും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഒരുപാട് ചികിത്സകൾ നടത്തി അല്ലെങ്കിൽ അതിന് പ്രതിവിധികൾ തേടി പല സ്ഥലത്തും ഇയാൾ പോയി. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് വിഷയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് ഒന്നിൽ നിന്നും അന്ന് സലാമത്ത് കിട്ടുന്നതിന് ഏത് വിഷയത്തിലും ഇയാൾ മുന്നോട്ട് പോയാലും ആദ്യമൊക്കെ അത് റെഡിയാകുമെങ്കിലും അവസാനം വെച്ച് അത് വഴുതി പോകുന്ന ഒരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഏത് ബിസിനസ് തുടങ്ങിയാലും തുടക്കത്തിൽ വിജയം ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ അദ്ദേഹം വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് എൻ്റെ അടുക്കൽ വന്നത്. അദ്ദേഹത്തിന് ഒരുപാട് അത്തരം ചികിത്സാ രീതികളൊക്കെ അദ്ദേഹം ചെയ്തൊരു മനുഷ്യനുമാണ്. പിന്നെ അത്തരം ആളുകൾക്ക് പൊതുവേ ഒരു മടുപ്പ് ഉണ്ടാകും ഇത്തരം കാര്യങ്ങളോട്. ഇതൊക്കെ ഞാൻ ചെയ്ത വിഷയങ്ങൾ തന്നെയല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളല്ലേ, ഇതിലൊക്കെ ഞാനിപ്പോ ഇതൊന്നും ചെയ്തിട്ട് എനിക്ക് റെഡിയാകാത്തതാണല്ലോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. അപ്പൊ അദ്ദേഹത്തോടും ഞാനിങ്ങനെ നിങ്ങൾക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇന്ന ഭാഗത്തിലൂടെയുള്ള ഷെറുകളുണ്ട്, ആ രൂപത്തിലൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തപ്പോ അദ്ദേഹത്തിന് അതിന്റെ ഒരു കാര്യം മനസ്സിലാവുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ വിഷയത്തിൽ ഞാൻ എന്താവാം ഇടപെടാം എന്നുള്ള രൂപത്തിൽ സംസാരിക്കുകയും അദ്ദേഹം പരിപൂർണമായും സമർപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് ഒരുക്കമാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എന്റെ വിഷയം സലാമത്തായി കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ്. അത്രയും വിഷമിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ദിവസവും ഞാൻ പറയുന്ന ആയത്ത് ഒരു 170 തവണ, ആയത്തുൽ കുർസി 170 തവണ നിങ്ങൾ ഓതും. ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അദ്ദേഹം തീരുമാനമെടുത്തു. 170 തവണ ആയത്തുൽ കുർസി. അദ്ദേഹം വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് എന്റെ അടുക്കൽ വരുന്നതും ഇത് ചെയ്യുന്നതും. 170 തവണ അദ്ദേഹം ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങി. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമായി. കാരണം അത്രയേറെ പ്രയാസങ്ങൾക്ക് നടുവിലുള്ള സമയത്താണ് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നത്. അദ്ദേഹം ഇത് ജീവിതത്തിൽ പതിവാക്കുന്നത് ആയത്തുൽ കുർസി. ഒരുപാട് ശത്രുക്കളുണ്ട്, തടസ്സങ്ങൾ ഒരുപാടുണ്ട്, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആയത്തുൽ കുർസി അങ്ങ് പതിവായി ചെല്ലാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് ശത്രുക്കളിൽ നിന്നുള്ള ശത്രുതയും വഞ്ചനയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹത്തിന് നീങ്ങിക്കിട്ടാൻ തുടങ്ങി. അതിന്റെ ഫലങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ കെണിവലകളും ശത്രുക്കളുടെ ചതിപ്രയോഗങ്ങളും ഇദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള പ്രയോഗങ്ങളും ഒന്നും ഇദ്ദേഹത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഓരോ വിഷയത്തിനും വലിയ റാഹത്തും വിജയവും ഉണ്ടാവാൻ തുടങ്ങി. അദ്ദേഹം ആയത്തുൽ കുർസി ധാരാളമായി ഓതുന്ന ഒരു മനുഷ്യനായി മാറി. ഇതുപോലെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആയത്തുൽ കുർസി എന്ന ഒരായത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ട് ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങളും പോരിഷകളും പറഞ്ഞ്. കിതാബുകളിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. അതെന്നേക്കാൾ കൂടുതൽ അറിയുന്നവരായിരിക്കും ഇത് കാണുന്നവർ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ജീവിതത്തിൽ കൃത്യമായി ഓതുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പ്രശ്നങ്ങൾ ദുനിയാവാണുണ്ടാവും, പക്ഷെ സമാധാനം അദ്ദേഹത്തിനുണ്ടാവും. ഏതൊരാളും നമ്മളെ അടുക്കൽ വരുന്നത് അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തപ്പോഴാണ് അവരൊക്കെ നമ്മളെ അടുക്കൽ, തങ്ങന്മാരുടെ അടുക്കലേക്കും ഉസ്താദുമാരുടെ അടുക്കലേക്കും വരുന്നത്. എന്നാൽ നിങ്ങൾ ദിവസവും ഖുർആൻ പാരായണം ചെയ്തു നോക്കൂ, വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുർസി. ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. മാത്രമല്ല ആയത്തുൽ കുർസിയെ കുറിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. നിസ്കാര ശേഷം ആയത്തുൽ കുർസി പതിവാക്കുന്നവരാണോ, ഫർള് നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഇരുത്തത്തിലിരുന്ന് ചെല്ലുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. മരണമല്ലാത്തൊരു തടസ്സമില്ല പിന്നെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ. ഒരിക്കലോടുകൂടി അവൻ സ്വർഗത്തിലേക്കാണ്. ഇത്രയും പവറുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അതുപോലെ തന്നെ കാവലിന്, ഹിഫ്ളിന്, വലിയ കാവലിന്, നമുക്ക് സിഹറുകളും കണ്ണേറുകളും ഇടങ്ങേറുകളും ഒക്കെ വരുന്നതിന്
ഭയങ്കരമായ പ്രൊട്ടക്ഷൻ നൽകും ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് രാവിലെ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ എന്തോ വൈകുന്നേരം വരെ അവൻ വലിയ കാവലിലായിരിക്കും. വൈകുന്നേരം ഓതിയാൽ പിറ്റേന്ന് രാവിലെ വരെ അവൻ എന്തായിരിക്കും? വലിയ കാവലുണ്ടായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതി ഉറങ്ങിയാൽ ആ ഉറക്കത്തിൽ അവന് വലിയ ഹിഫ്ള് കാവലുണ്ടായിരിക്കും. ശൈത്താൻ ആ ഉറക്കത്തിൽ അവന്റെ അടുക്കലേക്ക് വരികയില്ല. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ ആയത്തുൽ കുർസിയെ കൊണ്ട്. ഞാനൊരു അനുഭവമാണ് പറഞ്ഞത്. ഇങ്ങനെ ആയത്തുൽ കുർസി മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ ദിവസവും ഒരു 17 തവണ ആയത്തുൽ കുർസി പതിവാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 170 തവണ. ആയത്തുൽ കുർസിയുടെ ഹർഫുകൾ എണ്ണം 170 ആണ്. അതുകൊണ്ട് 170 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ അതിന് വലിയ പവിത്രതയുണ്ട്, പ്രത്യേകതയുണ്ട്. മഹാന്മാര് കിതാബുകളിൽ പറയുന്നതായി കാണാം, രാത്രിയുടെ മധ്യത്തിൽ, രാത്രി എല്ലാവരും ഉറങ്ങിയ സമയം, അവിടെ ശബ്ദങ്ങളെ തൊട്ട് നീ വിദൂരത്താവുക എന്ന് കിതാബുകളിൽ കാണാം. അതായത് എല്ലാം നിശബ്ദമായി, ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന സമയം, രാത്രിയുടെ മധ്യയാമത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് ആയത്തുൽ കുർസി ഓതിയാൽ, 170 തവണ നീ ആയത്തുൽ കുർസി ഓതിയാൽ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എന്ത് കാര്യം നീ ചോദിച്ചാലും അള്ളാഹു നിന്റെ ആവശ്യം വീട്ടിത്തരുന്നതാണെന്ന് കാണാം. ആയത്തുൽ കുർസി വലിയ പവറുള്ള ആയത്താണ്. തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. നിങ്ങളുടെ സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. നമുക്ക് ബിസിനസ് ആയാലും നമുക്കുള്ള പ്രയാസങ്ങളായാലും എപ്പോഴാണ് അതിലൊക്കെ നമുക്ക് നഷ്ടം വരിക? അതിലേക്ക് ഓരോ ഷർറുകളും ആഫത്തും മുസീബത്തുകളും ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ ഈ ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കുകയാണെങ്കിൽ വലിയ വിജയം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ ഹിഫ്ള് ഉണ്ടാകും. കൂടുതലായി ഞാൻ പറയുന്നില്ല. ഒരുപാട് വീഡിയോകൾ ആയത്തുൽ കുർസിയെ കുറിച്ചുണ്ട്, ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു 50 തവണ അല്ലെങ്കിൽ ഒരു 170 തവണ ആയത്തുൽ കുർസി പതിവാക്കുക. ഏറ്റവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും ജീവിതത്തിൽ ദിവസവും ആയത്തുൽ കുർസി. ഇനി അതിനും കഴിയില്ലേ, കൃത്യമായ എല്ലാ നിസ്കാര ശേഷം ഒരു തവണയെങ്കിലും ആയത്തുൽ കുർസി ഓതുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ആയത്തുൽ കുർസി ഓതുക. രാവിലെ ഒരു ആയത്തുൽ കുർസി ഓതുക. വൈകിട്ട് ഒരു ആയത്തുൽ കുർസി ഓതുക. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മളറിയാതെ വരുന്ന പല ഷർറുകളും നീങ്ങി കിട്ടുന്നതാണ്. ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഞാൻ പലവരോടും പറയുന്ന ഒരു വിഷയമാണ്. എന്തെങ്കിലും ബാത്തിൽ പരിഹാരം ചെയ്തു കൊടുത്ത ശേഷം നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ആയത്തുൽ കുർസി ജീവിതത്തിൽ പതിവാക്കണമെന്നുണ്ട്. ഇത്തരം ഷർറുകള്, കണ്ണേറുകളൊക്കെ പെട്ടെന്ന് മനുഷ്യനിലേക്ക് വരുന്ന ഒരു കാലമാണ്. മനുഷ്യൻ ധാരാളിത്തം കാണിക്കുന്ന ഒരു കാലത്ത് കണ്ണേറ് പോലുള്ളതൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ ഹിഫ്ള് വേണമെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആയത്തുൽ കുർസി പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും അള്ളാഹു അകറ്റി തരുമാറാവട്ടെ. ഒരു സഹോദരി 10-25 കൊല്ലം ശാരീരികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി കരഞ്ഞുകൊണ്ടാണ് വിഷയം പറഞ്ഞത്. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ആ സഹോദരിയുടെ അള്ളാഹു എന്ത് രോഗമാണെങ്കിലും, പൈശാചികമാണ്, ശാരീരികമായ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും റഹ്മാനായ റബ്ബേ നീ ഷിഫയാക്കണേ അല്ലാ. സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ആജിലായ ഷിഫ നൽകണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.